സാർ, ഈ പഴയ ചിത്രങ്ങൾ ഹിറ്റായ സിനിമകളൊക്കെ ഉണ്ട്, അതിപ്പോൾ റിലീസിങ് നടത്തുന്നുണ്ട്. അതൊരു ട്രെൻഡ് പോലെയാകുന്നുണ്ട്. മണിച്ചിത്രത്താഴ് ഒരു കാലത്ത് മലയാളികളെ ഏറെ ആകർഷിച്ച ചിത്രം, അതും പുതുതായിട്ട് വീണ്ടും റിലീസ് ചെയ്ത് ദേവദൂതൻ വന്നിരുന്നു. ഇപ്പോൾ ഈ മണിച്ചിത്രത്താഴിൽ അതിൻ്റെ സംവിധായകനായ ഫാസിലും തിരക്കഥാകൃത്തായ മധുമുട്ടുവും ഒരു കഥ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകർക്ക് അങ്ങോട്ട് മനസ്സിലായില്ല എന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതെന്ത് സാറേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് ഈ കലവൂർ രവികുമാർ ഇതിറങ്ങിയ കാലത്ത് എഴുതിയിരുന്നതാണ്. 1993 ആ സമയത്തൊക്കെ, ഇതിറങ്ങുന്ന സമയത്തുമൊക്കെ. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ശരിക്കുള്ള കഥ ഈ നകുലൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, സുരേഷ് ഗോപിയുടെ, ഈ നകുലൻ്റെ ലൈംഗിക വിരക്തിയും പക്ഷെ ഗംഗയ്ക്ക് അതിനോടുള്ള അഭിനിവേശവും. അവർ കല്യാണം കഴിച്ചിട്ട് അധികമായിട്ടില്ല, അതിൻ്റെ അകത്തൊരു മധുവിധു കാലം എന്നൊക്കെ പറയുന്ന ഒരു പീരിയഡാണ്. പക്ഷെ പ്രേക്ഷകർക്ക് ഇതാണ് ഇതിൻ്റെ തീം എന്ന് പിടികിട്ടിയിട്ടുണ്ടോ? ഇല്ല. കാരണം അത് പിടികിട്ടാത്തതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസാനത്തെ ഒരു 5-6 മിനിറ്റ് ഈ ഗംഗയുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു മുറൈ വന്ന് പാർത്തായ, അത് പഴന്തമിഴ് പാട്ട്, ഇങ്ങനത്തെയൊക്കെ പാട്ടിൽ ഒക്കെ ആളുകൾ പെട്ടുപോയി. പക്ഷേ ഇതൊക്കെ വ്യക്തമാക്കുന്ന ഒരു പാട്ട്, അതിലെ പാട്ടുകളൊക്കെ ബിച്ചു തിരുമല എഴുതിയതാണ് ആളുകൾ കരുതുമല്ലോ. എന്നാൽ വരുവാനില്ലാരുമി വിജനമാമൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിൻ്റെ അകത്ത്, അത് മധുമുട്ട എഴുതിയതാണ്. ഈ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയിട്ടുള്ള മധുമുട്ടം, അതിൻ്റെ അകത്ത് ഈ തീം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ പാട്ട് നമുക്ക് അവസാനം പറയാം. അപ്പോൾ ഈ നകുലിൻ്റെ ലൈംഗിക വിരക്തി, കിടപ്പറയിലുള്ള ശ്രദ്ധയില്ലായ്മ, ഗംഗയുടെ ഇതിനോടുള്ള ഒരു അഭിനിവേശം, ഇതെങ്ങനെയാണ് അപ്പോൾ അസുഖം ഗംഗയ്ക്കല്ല നകുലനാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ശരിക്കും ഇതിൽ ചികിത്സ വേണ്ടത് നകുലനാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇറങ്ങുന്ന കാലത്ത് ഈ കലവൂർ രവികുമാറിലെ കഥാകൃത്തം ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം എഴുതിയ തിരക്കഥയാണ്. നല്ല സിനിമയായിരുന്നല്ലോ, ആലപ്പുഴക്കാരനൊക്കെയാണ്. അപ്പോൾ കേരള കൗമുദിയിൽ ഇത് എഴുതുന്ന കാലത്ത് കലവൂർ രവികുമാർ ട്രെയിനിയാണ്, തുടക്കക്കാരനായ ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് ഈ വെള്ളി നക്ഷത്രത്തിൻ്റെയൊക്കെ പത്രാധിപർ പ്രസാദ് ലക്ഷ്മൺ കലാകൗമുദി, ട്രയൽ, അങ്ങനത്തെ പ്രസിദ്ധീകരണങ്ങളുടെ ഒക്കെ പത്രാധിപരുടെ ചുമതലയുള്ള ആളാണ്. ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. നല്ല പത്രാധിപന്മാരിൽ ഒരാളാണെന്ന് പണ്ട് MP നാരായണപിള്ള എഴുതിയിട്ടുമുണ്ട്. ഒരു സ്ഥലത്തിരുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഈ പ്രസാദ് ലക്ഷ്മണോട് സിനിമ കണ്ടിട്ട് വന്നിട്ട് കലവൂർ രവികുമാർ ഈ വിവരം പറഞ്ഞു. ശരിക്കും സിനിമ ഇതാണ്, നകുലന് ലൈംഗിക ബന്ധത്തിൽ താല്പര്യമില്ല, അപ്പോൾ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് സിനിമ എന്ന്. ഇതിന് എന്താ തെളിവ്, എന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചു. നല്ല പത്രാധിപന്മാർ അങ്ങനെയാണല്ലോ, പൊട്ടിച്ചിരിക്കുക, കളിയാക്കി ചിരിക്കുക, അങ്ങനെയല്ല. അപ്പോൾ ഇത് കലവൂർ രവികുമാർ ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഈ നകുലൻ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം എന്താണ്? കുലമില്ലാത്തവൻ എന്നാണ്. പക്ഷെ മഹാദേവൻ എന്ന് പറഞ്ഞ ആളോ അതിൻ്റെ അകത്ത് അപ്രധാന കഥാപാത്രമാണ്. ആ ഡാൻസ് ചെയ്യാനായിട്ട് വരുന്ന മഹാദേവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ പേരിങ്ങനെ ഇട്ടിരിക്കുന്നത് തന്നെ ഒരു അർത്ഥം ഒളിപ്പിച്ചു വെച്ചിട്ടാണ്. അപ്പോൾ ഈ രാമനാഥൻ എന്ന് പറഞ്ഞൊരു നർത്തകൻ പഴയ കഥയിൽ, നാഗവല്ലിയുടെ കഥയിലുണ്ട്. പക്ഷേ ഈ പുതിയ ആള് ഇതിലുള്ളത് മഹാദേവനാണ്. അപ്പോൾ രാമനാഥനും മഹാദേവനും തമ്മിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ മഹാദേവൻ എന്ന് പറയുന്നത് ശിവനും ഗംഗയുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. ഇതിൽ ഗംഗയുണ്ട്. ഇതൊക്കെ മനഃപൂർവ്വം ഇട്ടിരിക്കുന്ന പേരുകളാ. പാർവതി എന്നടാ ഇല്ല, ഗംഗ എന്നായിട്ടിരിക്കുന്നത്. അപ്പോൾ ഗംഗയും ശിവനുമായിട്ട് പവിത്രമല്ലാത്തൊരു ബന്ധമുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ പാർവതി അറിയാതെ ജടയിൽ ഗംഗയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആളാണ് ശിവൻ. അപ്പോൾ ഒരു അവിഹിതമാണ് അവിടെ ഉള്ളത്, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഉത്സവ രാവിലെ ഈ ഗംഗ മഹാദേവനെ കയറി പിടിക്കുന്ന സീൻ സിനിമയിലുണ്ട്.
അതുപോലെ മഹാദേവനെ വിവാഹം ചെയ്യാൻ പോകുന്ന അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന രംഗവും ഉണ്ട്. ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഒരു മധുവിധ കാലമായിട്ട് പോലും ഇവർ തമ്മിൽ പ്രണയരംഗങ്ങളില്ല അതിൻ്റെ അകത്ത്. ഈ നകുലനും ഗംഗയും തമ്മിൽ ഒരു ആലിംഗനം പോലും ഇതിൻ്റെ അകത്തില്ല. കിടപ്പറയിലിരുന്നും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നകുലൻ. എന്നിട്ട് കിടക്കാറായോ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട് ഇയാളോട്. എനിക്ക് ജോലിയുണ്ട് എന്നാണ് മറുപടി. അപ്പോൾ കിടക്കാറായോ എന്നൊരു ഭാര്യ ചോദിക്കുമ്പോൾ എന്താണത്? ക്ഷണമാണത്. അതെ, ആ ക്ഷണമാണ്. അപ്പോഴും ജോലിയുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. അത് നിരസിക്കുക. അത് നിരസിക്കുകയാണ്. അപ്പോൾ ഇയാളൊരു കിഴങ്ങനാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയുമൊക്കെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ഈ ട്രെയിനുകളുടെ ശമ്പളം 500 രൂപയാണ്. ഉടനെ പ്രസാദ് ലക്ഷ്മൺ എടുത്ത് 650 രൂപ കൊടുത്തു കലൂർ രവികുമാറിന്. കലൂർ രവികുമാർ ഉടനെ മാവേലിക്കരയ്ക്ക് വിട്ടു. മധുമുട്ടം താമസിക്കുന്ന അവിടെയാണ്, കായംകുളത്തിനടുത്ത്. അവിടെ അവിവാഹിതനാണെന്ന് തോന്നുന്നു. അമ്മയും മധുമുട്ടവും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മധുമുട്ടത്തിനോട് ചെല്ലുമ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം മധുമുട്ടത്തിൻ്റെ അമ്മ രവികുമാറിന് ഊണും മീൻ പൊരിച്ചതും ഒക്കെ കൊടുത്തു. നല്ല അമ്മ. അപ്പോൾ ഇത് ചോദിച്ചു. ഇത് മുഴുവൻ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഈ കലവൂർ രവികുമാർ സംശയം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നുന്നു സിനിമ കണ്ടിട്ട്. അപ്പോൾ കുറേ നേരം മധുമുട്ടം ഈ രവികുമാറിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് ഇങ്ങനെ കൈകൾ കൂട്ടിപ്പിടിച്ചു രവികുമാറിൻ്റെ. എന്നിട്ട് പറഞ്ഞു, ഒരാളെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു മധുമുട്ടം. ഇത് ആ സമയത്ത് വെള്ളി നക്ഷത്രത്തിൽ എഴുതിയിരുന്നു ഈ കലവൂർ രവികുമാർ. ഇപ്പം അദ്ദേഹം ഓർക്കുന്നുമുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ കലവൂർ രവികുമാറിന് ഇതെങ്ങനെ മനസ്സിലായി ഇതായിരിക്കുന്നു? അതിൻ്റെ ഉത്തരം ഈ താക്കോൽ എന്ന് പറയുന്നത് മധുമുട്ടം എഴുതിയ സിനിമയിലുള്ള ആ പാട്ടിൽ കിടക്കുന്നുണ്ട്. കലൂർ രവികുമാറിൻ്റെ ശ്രദ്ധയിൽ സിനിമ കാണുമ്പോൾ തോന്നിയത് ആ പാട്ടിലെ വരികളിൽ നിന്നാണ് തോന്നിയത്. ആ പാട്ട് നമുക്ക് നോക്കാം. വരുവാനില്ലാരുമീ വിജനമാമെൻ വഴിക്കറിയാം അതെന്നാലും എന്നും. എൻ്റെ ഈ വിജനമായ വഴിയിൽ ആരും ഇനി വരാനില്ല, കാരണം ഞാൻ ഭർത്തൃമതിയാണ്. ആണ്. പടിവാതിലോളം ചെന്നകലത്താ വഴിയാകെ മിഴിപാകി നിൽക്കാറുണ്ടല്ലോ. ആരെങ്കിലും വരുമെന്ന് വിചാരിച്ച് ഞാൻ ഈ വഴിയിലേക്ക് ഇങ്ങനെ മിഴിന്നിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ നകുലൻ ഇങ്ങനത്തെ ഒരുത്തനാണ്, വേറെ ആരെങ്കിലും എൻ്റെ ജീവിതത്തിലേക്ക് വരാനുണ്ടോ എന്നുള്ളതാണ്. പ്രിയമുള്ള ഒരാളാരോ വരുവാനുണ്ടെന്ന് ഞാൻ വെറുതെ മോഹിക്കാറുണ്ടല്ലോ. എനിക്ക് പ്രിയം തോന്നുന്ന വേറൊരാൾ വരാതിരിക്കില്ല എന്ന് ഞാൻ കരുതാറുണ്ടല്ലോ. പതിവായി ഞാൻ എൻ്റെ പടിവാതിൽ എന്തിനോ പകുതിയെ ചാരാറുള്ളല്ലോ എന്നാണ് അടുത്ത വരി. ഞാൻ എൻ്റെ പടിവാതിൽ പകുതി ചാരി ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു വെച്ചിട്ടുണ്ടല്ലോ. ഇനിയാണ് പ്രധാനപ്പെട്ടൊരു വാചകം ഈരടി. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയി പൂക്കാത്ത മാങ്കൊമ്പിൽ. പൂക്കാമാങ്കൊമ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസവിക്കാത്ത സ്ത്രീ, പൂത്തിട്ടില്ല, കായ്ച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ഞാൻ എന്നുള്ളതാണ്. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ. ആരും വരാനില്ല, എന്നിട്ടും വിവാഹിത കാത്തിരിക്കുന്നു. അപ്പോൾ പൂക്കാത്ത മാങ്കൊമ്പ് പ്രസവിച്ചിട്ടില്ല, വന്ധ്യയല്ല. വന്ധ്യയാണെന്ന് കരുതാനുള്ള ന്യായമില്ല. എന്തുകൊണ്ടാണ്? വിവാഹിതയായിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ
സംവിധായകൻ ഫാസിലിനെ കലൂർ രവികുമാർ ഇൻ്റർവ്യൂ ചെയ്തു. ആലപ്പുഴയിൽ തന്നെ ഒരു സെറ്റിലോ മറ്റോ വെച്ചിട്ട്. അപ്പോൾ ഫാസിലിനോട് ചോദിച്ചു രവികുമാർ, ഈ കാര്യം ഈ നകുലൻ ഷണ്ടത്വമുള്ളവനാണ് എന്നുള്ള കാര്യം ആ വേഷം അഭിനയിച്ച സുരേഷ് ഗോപിയോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നോ? ഇല്ല, ഞങ്ങളത് പറഞ്ഞിരുന്നില്ല എന്ന് ഫാസിൽ പറഞ്ഞു. അപ്പോൾ ഫാസിലിനും മധുമുട്ടത്തിനും അറിയാം, അവരിങ്ങനൊരു വശം കൂടി അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയില്ല, പ്രേക്ഷകർക്കും പൊതുവെ അതറിയില്ല. പ്രേക്ഷകർ വേറെ അതിൻ്റേതായ, കാരണം സത്യത്തിൽ അത് ഫാസിൽ മാത്രമല്ല, അതിൻ്റെ പല സീക്വൻസുകളും വേറെ സംവിധായകർ ചെയ്താണ്, പ്രിയദർശൻ ഉൾപ്പെടെയുള്ള ആളുകൾ. അതെ അതെ, ഈ സിദ്ദിഖും സിദ്ദിഖ് ലാൽ അവരൊക്കെ ഓരോരോ സീൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. കാരണം ഇവരെല്ലാം ഫാസിലിൻ്റെ ശിഷ്യന്മാരോടായിരുന്നു. അതെ, ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ സിനിമ വന്നത്. അപ്പോൾ ഒരു പൂർത്തീകരിക്കാത്ത ഒരു കാമം ഭാര്യയുടെ, അതിൻ്റെ കൂടി കഥയാണ്. അപ്പോൾ പക്ഷേ ഈ വരുന്ന സണ്ണി ആരെയാണ് ശരിക്കും ചികിത്സിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പക്ഷേ മോഹൻലാലിനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, അത് മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ മോഹൻലാൽ പറയുന്നത് നമ്മളോട് എന്താണ്? നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്, എൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്നാണ്. ഈ കലൂർ രവികുമാർ ഇതെല്ലാം ചോദിച്ച് ഉത്തരമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴേ അയാൾ ഭയങ്കര എക്സൈറ്റഡ് ആയി കാണത്തില്ല. അയാൾ വിചാരിച്ച പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ബസ്സിൽ സീറ്റ് പോലും ഉണ്ടോ എന്ന് ചിലപ്പോൾ അയാൾ നോക്കത്തില്ലല്ലോ, ഇടിച്ചു കയറിയൊക്കെ അങ്ങ് പോകാനായിരിക്കില്ല. എത്രയും പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് ഇതിൻ്റെ ഒരു മാറ്റർ കൊടുക്കാനൊക്കെ ആയിരിക്കില്ല അയാൾ അന്ന് പ്രതീക്ഷിക്കുക. കലൂർ രവികുമാർ എഴുതി എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? മുമ്പ് എപ്പോഴോ വായിച്ചായിട്ടൊരു ഓർമ്മ വരുന്നത് അതിനൊരു സംഭവമുണ്ട്. അയാൾ തിരിച്ച് ബസ്സിൽ വരുമ്പോൾ അതിൻ്റെ അകത്ത് സീറ്റൊന്നും കിട്ടിയില്ല, വലിയ തിരക്കായിരുന്നു. ഇതൊന്നും രവികുമാർ അറിഞ്ഞില്ല. മനസ്സിൽ മുഴുവൻ ഈ തോന്നിയത് ശരിയായല്ലോ എന്നുള്ള വിചാരമാണ്, പോയിട്ട് ഇത് എഴുതണമല്ലോ എന്ന്. അന്ന് വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ സിനിമാ പ്രസിദ്ധീകരണത്തിൽ രവികുമാർ ഇത് എഴുതിയിരുന്നു. രവികുമാർ ഇപ്പോഴും ഇത് ഓർക്കുന്നു എന്ന് മനസ്സിലായിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചർച്ച ചെയ്തത്. അപ്പോൾ എന്തായാലും പ്രേക്ഷകർക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ, പുതിയൊരു വിവരം, ഈ സിനിമയിൽ ഇങ്ങനൊരു സാധനം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന പുതിയ തലമുറ ഇതും കൂടി ആലോചിച്ചിട്ട് സിനിമ ആസ്വദിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.